അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും അപ്പയോടാണേൽ മൈലപ്ര പള്ളി വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാളാണ് 6ഉം 7ഉം മൈലപ്ര പള്ളിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേർച്ച പറഞ്ഞിട്ടുണ്ട് ചെമ്പിൻ്റെ അകത്ത് അരി ഇടാന്ന്. അപ്പോൾ ചെമ്പിൻ്റെ അകത്ത് പോയി അരിയിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചു വരും. അപ്പോൾ ഇന്ന് വൈകിട്ട് 6:30-ക്കാണ് റാസയുള്ളത്. അത് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയത്തില്ല, നോക്കാം. കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് റാസയൊക്കെ കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് പള്ളിയുടെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാം. അപ്പം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി അങ്ങോട്ട് നടക്കുക മണ്ണാർക്കുളഞ്ഞിയിലോട്ട്. മണ്ണാർക്കുളഞ്ഞിയിൽ നിന്ന് ബസ് കയറി മൈലപ്ര പള്ളിയുടെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ പുറകിൽ കൂടെ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇറങ്ങി നേരത്തെ നടന്നു. തോണ്ട് രാജാ അമ്മ വീട്ടിലുണ്ട്. അമ്മ ഞാനിവിടെ നാളെ രാവിലെ പോകും. റാസയാണേലും വലിയ റാസയാണ്. കുറേ പള്ളികളിൽ നിന്നും ഒക്കെ ആൾക്കാർ ഈ മൈലപ്ര പള്ളി വന്നിട്ട് അവിടുന്ന് പിന്നെ റാസ തുടങ്ങുന്നത്. അങ്ങനെ വലിയ റാസയാണ്. 6:30-ക്കാണെന്ന് ഈ നോട്ടീസ് കിടക്കുന്ന കണ്ടേ. അറിയത്തില്ല ആ സമയത്തൊക്കെ തുടങ്ങുമെന്ന്. കഴിഞ്ഞ വർഷം നമ്മൾ പോയില്ലെന്ന് തോന്നല്ലേപ്പാ. അതിന് മുന്നിലത്തെ വർഷം നമ്മൾ പോയിട്ടുണ്ട്. നമ്മൾ റാസയുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇവയ്ക്ക് നമുക്ക് നോക്കാം എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നൊക്കെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പള്ളിയാണ്. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് പോകുമ്പോൾ വേറൊരു വൈബാ അല്ലേ. അങ്ങനെ ഞാനും അപ്പോൾ ഇവിടെ മണ്ണാർക്കുളഞ്ഞിൽ നിന്നൊരു ബസ് കയറി പള്ളിയുടെ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കുരിശടിയുടെ 2 സൈഡിലായിട്ടും ചെമ്പിൻ്റെ അകത്ത് അരി ഇടാൻ വേണ്ടി അരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ അരി മേടിച്ച് നമുക്ക് ചെമ്പിൻ്റെ അകത്ത് ഇടാൻ പറ്റും. അല്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെമ്പിൻ്റെ അകത്ത് അരി ഇടണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ അരി മേടിച്ചിട്ട് ചെമ്പിൻ്റെ അകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ പള്ളിക്കകത്ത് കയറിയിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഡിസ്പ്ലേ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബസ്സിൽ വന്നിറങ്ങിയ സമയത്താണ് ചെണ്ടമേളത്തിൻ്റെ ഡിസ്പ്ലേ കഴിഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ ബാൻഡ് സെറ്റിൻ്റെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ ബാൻഡ് സെറ്റിൻ്റെ ഡിസ്പ്ലേ ഒന്ന് കാണാം.
അങ്ങനെ ബാൻഡ് സെറ്റിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ നമ്മൾ ഈ പള്ളിയുടെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4:15 ആയിട്ടുള്ളൂ. 6:30 കഴിയുമ്പോഴാണ് റാസയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കുറേ മണിക്കൂർ ഇവിടെ നിൽക്കണം. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ റാസ കാണാൻ വരുന്നത് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മൾ വീണ്ടും പള്ളിയുടെ ഇവിടെ വരും. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.